എനിക്കിങ്ങനെ ഒന്നും എഴുതണ്ടെന്ന് തോന്നിയിരുന്നില്ല. പേപ്പറൊക്കെ പിന്നെ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. മറ്റേ അനിയത്തിയുടെ കാര്യങ്ങളൊക്കെ, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളായിരുന്നു. മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ട്രൈ ചെയ്തു. തേർഡ് ഇയറിലേക്ക് കിടക്കുമ്പം കുറച്ചുകൂടെ നോട്ട്സ് എഴുതി പഠിക്കണം എന്ന്. ഞാനിപ്പോ നോട്ട്സ് ഒന്നും എഴുതി പഠിക്കുന്നില്ല. തുടക്കത്തില് നോട്ട്സ് എഴുതിയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സമയം കിട്ടിയതുകൊണ്ട് ബുക്സ് നോക്കി, ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണ് പഠിച്ചുകൊണ്ടിരിക്കണേ. ഷോർട്ട് നോട്ട് ഒന്നും എഴുതാറില്ല. തേർഡ് ഇയർ ഒന്നും കൂടെ കുറച്ച് ഷോർട്ട് നോട്ടുകളൊക്കെ എഴുതി പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് തലേദിവസം എനിക്ക് ഭയങ്കര സുഖമില്ലായിരുന്നു. എനിക്ക് ഞാൻ മെയിൻ പോയിന്റ്സ് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഇച്ചിരി പാടായിരിക്കും എന്ന് വിചാരിച്ചാ പോയെ. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടായില്ല. എനിക്ക് മറ്റേ ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതും പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സുകൾ ഇടില്ലേ എക്സാമിന്, അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട്, അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. കാരണം അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് മാത്രം എടുത്ത് പഠിക്കുമ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു. അത് വായിക്കേണ്ട കാര്യമില്ലായിരുന്നു. സമയം ഇല്ലാത്തപ്പോ വന്ന് അത് നോക്കി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നല്ലപോലെ ഉപകാരപ്പെട്ടു. ഓക്കെ.